അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഇസ്മുകളിൽപ്പെട്ട പവർഫുള്ളായ ഒരു ഇസ്മ. ആരെങ്കിലും ഒരാൾ ഈ ഒരു ഇസ്മ ജീവിതത്തിൽ ദിവസവും 100 തവണ രാവിലെയോ വൈകുന്നേരമോ മുടങ്ങാതെ ചൊല്ലിക്കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങൾക്കുമുള്ള കഴിവ് അള്ളാഹു സുബ്ഹാനഹു വ തആല ആ വ്യക്തിക്ക് കൊടുക്കും. കഴിവ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ആകാശത്തിലൂടെ പറക്കുക എന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം, അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ മുകളിലൂടെ നടക്കുക എന്നല്ല, മറിച്ച് ചെയ്യുന്ന കാര്യങ്ങൾ, അതായത് നമ്മൾ ജീവിതത്തിൽ നിത്യേന ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും ഒരു തടസ്സവും കൂടാതെ ചെയ്യാനുള്ള കഴിവും ആ ഊർജവും അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യും, ആ വ്യക്തിക്ക് നൽകും. ഒരു തടസ്സവും വരൂല, ഒരു മുടക്കവും വരൂല. കൃത്യമായി ചെയ്യാനും ആ ചെയ്യുന്ന കാര്യം വിജയിപ്പിച്ചെടുക്കാനുമുള്ള ഒരു പക്വതയും അതിനുള്ള ഒരു സാഹചര്യം അള്ളാഹു ഒരുക്കി കൊടുക്കും. വളരെ നിസ്സാരമായി ചെയ്യാൻ പറ്റിയ ഒരു 3 ഇസ്മുകൾ ഇൻഷാ അള്ളാഹ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരാം. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെ ഫത്ഹ ലഭിക്കാനും വിജയം ലഭിക്കാനും ഒക്കെ അത് കാരണമായി തീരും. വീഡിയോ മുഴുവനായി കേൾക്കുക, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാൻ ശ്രമിക്കുക ഇൻഷാ അള്ളാഹ്. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക, ദുആ വസിയത്തുകളൊക്കെ കമൻറ്റുകളായി അറിയിക്കുക ഇൻഷാ അള്ളാഹ്. മുഴുവനായി കേൾക്കുക കേട്ടോ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ അഊദു ബികലിമാത്തില്ലാഹി താമ്മാതി മിൻ കുല്ലി ശൈത്താനിൻ വഹമ്മ വമിൻ കുല്ലി ഐനിൻ ലാം. അല്ലാഹു നമ്മുടെ സൽക്കർമ്മങ്ങൾ സ്വീകരിക്കട്ടെ. വന്നുപോയ അപാകതകൾ പാകപ്പിഴവുകളൊക്കെ അല്ലാഹു മാപ്പ് ചെയ്തു തരട്ടെ. എല്ലാവർക്കും റാഹത്തല്ലേ, സന്തോഷമല്ലേ? നമ്മൾ പല വ്യത്യസ്തങ്ങളായ മേഖലകളിൽ വർക്ക് ചെയ്യുന്നവരാണ്, വ്യത്യസ്തങ്ങളായ കാഴ്ചപ്പാടുള്ളവരാണ്, വ്യത്യസ്തങ്ങളായ വഴികളിൽ പ്രവർത്തിക്കുന്നവരാണ്. അപ്പോൾ പല ആളുകൾക്കും ചെയ്യുന്ന കാര്യങ്ങളൊന്നും വിജയിച്ച് കിട്ടുന്നില്ല, അല്ലെങ്കിൽ ചെയ്യുന്ന കാര്യങ്ങൾക്കൊന്നും ഒരു കൂവത്ത് ലഭിക്കുന്നില്ല എന്നൊക്കെ പരിഭവമുള്ള ആളുകളുണ്ട് അല്ലേ? ജോലി ചെയ്യുന്ന വിഷയത്തിലാകട്ടെ, ബിസിനസ് ചെയ്യുന്നതിലാകട്ടെ, വീട്ടുജോലികളിലാകട്ടെ, പഠനങ്ങളിലാകട്ടെ. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഒരു പഠിക്കുന്ന വിദ്യാർത്ഥിക്ക് എന്ത് പഠിച്ചിട്ടും തലയിൽ കയറുന്നില്ല, എന്ത് പഠിച്ചിട്ടും അങ്ങോട്ട് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല, മനസ്സിലാക്കാൻ കഴിയുന്നില്ല. എന്ത് ചെയ്യുക, അതെങ്ങനെ തലയിൽ കയറുന്നില്ല എന്നുള്ളൊരു പരാതി പറയുക. അപ്പോൾ അത്തരത്തിൽ, അല്ലെങ്കിൽ ജോലി ചെയ്യുന്നത് എന്ത് ചെയ്തിട്ടും വൃത്തിയാവുന്നില്ല, എന്ത് ചെയ്തിട്ടും ഒരു മെനയാവണില്ല. ചില ഉമ്മമാർ, സഹോദരിമാർ പരാതി പറയുന്നത് എന്തു പാചകം ചെയ്തിട്ടും ഒരു വായ്ക്ക് രുചിയായ ഭക്ഷണം കിട്ടണില്ല എന്ന്. എന്തൊക്കെ രൂപത്തിൽ ടെസ്റ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നില്ല, വായ്ക്ക് രുചിയുള്ളൊരു ഭക്ഷണം ഉണ്ടാക്കാൻ കഴിയുന്നില്ല എന്ന്. എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്കുകൾ ഉണ്ടാകുന്നു. ബിസിനസ് ചെയ്യുന്ന ആളുകൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്തിട്ടും അതിന് വിജയം ലഭിക്കുന്നില്ല, അല്ലെങ്കിൽ ഒരു ഉയർച്ച കിട്ടുന്നില്ല, ഒരു താൻ ഉദ്ദേശിച്ച പോലെയുള്ളൊരു ലാഭം ലഭിക്കുന്നില്ല എന്നൊക്കെ പരാതി പറയുന്നവരുണ്ട്. ജോലി ചെയ്യുന്ന ആളുകൾക്കും ഇതേപോലെ തന്നെ എന്ത് ചെയ്യുക, ഒന്ന് പെർഫോമൻസ് ഉഷാറാക്കാൻ പറ്റണില്ല എന്ന്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഒരു കഴിവ് നമുക്ക് വേണം, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഉയർച്ച വേണം, ചെയ്യുന്ന കാര്യങ്ങൾ ഒരു സക്സസ് ആയി കിട്ടണം. ഇങ്ങനെ ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ അത് ഏത് മേഖലയിലാണെങ്കിലും ശരി കേട്ടോ. ഇത് ഇന്ന ആൾക്കൊന്നൊന്നുമില്ല, ബിസിനസ്സുകാർക്ക് വേണ്ടി മാത്രം അങ്ങനെയല്ല, ജോലിക്കാർക്ക് വേണ്ടി മാത്രം അങ്ങനെയല്ല, വീട്ടു ജോലി ചെയ്യുന്നവർക്കോ അല്ലെങ്കിൽ അല്ലാത്ത ജോലി ചെയ്യുന്നവർക്കോ പഠിക്കുന്നവർക്കോ ആർക്കും ഉപയോഗപ്പെടുത്താം. അള്ളാഹുവിൻ്റെ അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട അൽ ഖാദിറു എന്ന നാമം, ഖാദിർ എന്ന വാക്കിനർത്ഥം തന്നെ കഴിവുള്ളവൻ എന്നാണ്. അള്ളാഹുവാണ് എല്ലാത്തിനും കഴിവുള്ളവൻ, എല്ലാത്തിനേക്കാൾ കഴിവുള്ളവൻ അള്ളാഹുവാണ്. അപ്പോൾ ഖാദിർ എന്ന നാമം, യാ ഖാദിറു യാ അള്ളാഹ്, യാ ഖാദിറു യാ അള്ളാഹ് എന്ന ഇസ്മിനെ ആരെങ്കിലും ഒരാൾ രാവിലെയോ വൈകുന്നേരമോ രണ്ടാലൊരു സമയത്ത് 100 തവണ വീതം പതിവാക്കുക. യാ ഖാദിറു യാ അള്ളാഹ്, യാ ഖാദിറു യാ അള്ളാഹ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ വ്യക്തിക്ക് കഴിവ് നൽകും. കഴിവ് നൽകുക എന്ന് പറഞ്ഞാൽ ചെയ്യുന്ന കാര്യങ്ങൾക്കെല്ലാം വിജയം ലഭിക്കാനുള്ള, ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെ വലിയ എളുപ്പവും നമുക്ക് ഉദ്ദേശിച്ചതിനേക്കാൾ വേഗത്തിൽ സക്സസ് ആയി കിട്ടാൻ പറ്റുന്ന രൂപത്തിലുള്ള എളുപ്പം അള്ളാഹു ചെയ്തു തരും. യാ ഖാദിറു എന്ന ഇസ്മ 100 തവണ രാവിലെ വൈകുന്നേരം പതിവാക്കിയാൽ മതിയെന്ന് മഹത്തുക്കൾ പഠിപ്പിച്ചിരുന്നു. അതോടൊപ്പം തന്നെ അള്ളാഹുവിൻ്റെ അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട അൽ മുഖ്തദിറു എന്ന ഇസ്മ, അൽ മുഖ്തദിറു എന്ന് പറഞ്ഞാൽ എന്താ, കഴിവ് കൊടുക്കുന്നവനായ അള്ളാഹുവാണ് കഴിവ് കൊടുക്കുന്നത്. ഇപ്പം നമ്മളിപ്പോൾ എത്ര വലിയ ബോഡി ബിൽഡറാണെന്ന് പറഞ്ഞാലും ശരി, നമുക്കൊരു സാധനം പൊക്കണമെങ്കിൽ, ഉയർത്തണമെങ്കിൽ അള്ളാഹുവിൻ്റെ കഴിവ് തരാതെ, അള്ളാഹു നമുക്ക് കഴിവ് തരാതെ പറ്റില്ല. ഉദാഹരണം പറഞ്ഞാൽ, ഈ ഒരു മൊബൈൽ ഫോൺ ഞാൻ ഇവിടുന്ന് ടേബിളിൻ്റെ പുറത്തുനിന്ന് എനിക്ക് എടുക്കണം, ഒന്ന് പൊക്കണം. ഈ പൊക്കാനുള്ള കഴിവ് തന്നവൻ അള്ളാഹുവാണ്. അള്ളാഹു ഇപ്പോൾ ഞാൻ ഉദ്ദേശിച്ചു, ഞാൻ എൻ്റെ സ്വന്തം കഴിവ് കൊണ്ടാണ് ഇത് ഉയർത്തിയതെന്ന് ഇപ്പോൾ നാവ് കൊണ്ട് പറഞ്ഞാലും ശരി, ആ നാവ് കൊണ്ട് പറയാനുള്ള കഴിവ് തന്നവൻ അള്ളാഹുവാണ്. എൻ്റെ ഈ ഒരു ചെറുവിരൽ എനിക്ക് അനക്കണമെങ്കിൽ ഈ അനക്കാനുള്ള കഴിവ് തന്നവൻ അള്ളാഹു. അപ്പം അള്ളാഹുവാണ് കഴിവ് കൊടുക്കുന്നത്. റബ്ബിൻ്റെ നാമം അൽ മുഖ്തദിറു എന്ന നാമവും രാവിലെയോ വൈകുന്നേരമോ മുടങ്ങാതെ 100 തവണ പതിവാക്കുന്നവരാണ് എങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ആ വ്യക്തിക്ക് എന്താവശ്യമാണോ ഉള്ളത്,
ഏത് മേഖലയിലാണോ കഴിവ് വേണ്ടത്. ഉദാഹരണം, പഠിക്കുന്ന കുട്ടികൾ, പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് പഠന വിഷയത്തിൽ അവർക്ക് കഴിവുണ്ടാകണം, ബുദ്ധികൂർമ്മത ഉണ്ടാകണം, ഓർമ്മശക്തി ഉണ്ടാകണം, അല്ലേ? പഠിച്ച കാര്യങ്ങൾ മറന്നു പോകാതിരിക്കാനുള്ള അത്രയും വലിയ ഓർമ്മശക്തി അള്ളാഹു കൊടുക്കണം. അപ്പോൾ അള്ളാഹുവാണ് കഴിവ് കൊടുക്കേണ്ടവൻ, ഓർമ്മശക്തി നൽകുന്ന അള്ളാഹുവാണ്, അല്ലേ? ചില ആളുകൾക്ക് രോഗം ബാധിച്ചിട്ട് ഒരു കാര്യം ഓർമ്മയില്ലാതെ മറന്നു പോകുന്ന രോഗങ്ങൾ ബാധിക്കുന്ന ആളുകളില്ലേ? അപ്പം അത്തരത്തിലുള്ള പ്രശ്നങ്ങളുള്ള കാലഘട്ടത്തിൽ അള്ളാഹു നമുക്ക് ഓർമ്മ നൽകിയില്ല എങ്കിൽ, ഓർമ്മശക്തി നിലനിർത്തി തന്നില്ല എങ്കിൽ വേറെ ആരാ നൽകാനുള്ളത്? അപ്പം അതുകൊണ്ട് അൽ മുഖത്തദിറു, ഇപ്പം യാ ഖാദിറു എന്ന ഇസ്മ, അതുപോലെ യാ മുഖത്തദിറു എന്ന ഇസ്മ എന്ത് ചെയ്യാം? 100 തവണ വീതം നിരന്തരം എല്ലാ ദിവസവും രാവിലെയോ വൈകുന്നേരമോ പതിവായി ചൊല്ലും. ഇൻഷാ അല്ലാഹ്. ഇത് ഏത് മേഖലയിലുള്ളവരും, പഠിക്കുന്നവർ മാത്രമല്ല, ജോലി ചെയ്യുന്നവർക്കും, ബിസിനസ് ചെയ്യുന്നവർക്കും, വീട്ടു ജോലി ചെയ്യുന്നവർക്കും, അതുപോലെ തന്നെ ഏത് മേഖലയിലുള്ളവർക്കും ഇതെന്ത് ചെയ്യാം? പതിവാക്കാവുന്നതാണ്. ഇനി സംസാരം കൂടുതലായി ആവശ്യമുള്ള, ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ടീച്ചർമാർ, ക്ലാസ് എടുക്കുന്ന ആളുകൾ, അല്ലെ മറ്റ് ചാനലുകൾ നടത്തുന്ന ഇൻഫ്ലുവൻസർമാർ, അവർക്കൊക്കെ എന്ത് ചെയ്യാം? ഈ ഒരു വിഷയങ്ങൾ അവർക്ക് സ്ഥിരമായി അവരുടെ കാര്യങ്ങളിൽ ഒരു മെച്ചം ഉണ്ടാക്കിയെടുക്കാൻ. ഇപ്പോൾ ക്ലാസ് എടുക്കുന്ന ചില ടീച്ചർമാരെ, സാറന്മാർ, മാഷന്മാരൊക്കെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കൂടുതൽ കുട്ടികളുമായിട്ട് അങ്ങോട്ട് എന്ത് ചെയ്യുക? ഇടപഴകാൻ. ക്ലാസ് എടുക്കുക, ഇപ്പോൾ അധ്യാപകനായി ഓക്കെ, പക്ഷേ എന്ന് കരുതിയിട്ടൊരു പെർഫോമൻസ് ഉഷാറാക്കാൻ പറ്റണില്ല എങ്കിൽ വിദ്യാർത്ഥികൾ ക്ലാസ്സിൽ കൂടുതലായി എന്ത് ചെയ്യൂല? ശ്രദ്ധിക്കൂല, അല്ലേ? നമ്മുടെ ക്ലാസ് വിദ്യാർത്ഥികൾ കൂടുതൽ ശ്രദ്ധിക്കണമെങ്കിൽ അവരോട് കൂടുതൽ എന്ത് ചെയ്യണം? അവർക്ക് ഇഷ്ടമുള്ളതുപോലെ പറയാൻ കഴിയണം, അവരിലേക്ക് കൂടുതൽ ഇറങ്ങിച്ചെല്ലാൻ കഴിയണം. അപ്പോൾ അവർക്ക് അതിനൊക്കെ ഉള്ളൊരു കഴിവ് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യുക? ഈ ഒരു ദിക്ർ നിങ്ങൾ പതിവായി ചെയ്യുക. ഇൻഷാ അല്ലാഹ് നമുക്ക് നല്ല കഴിവ് അല്ലാഹു നൽകും. നമുക്ക് വാചാലനായി സംസാരിക്കാനും വിഷയങ്ങൾ അവതരിപ്പിക്കാനുള്ള കഴിവ് വരും. അതുപോലെ തന്നെ ഏത് മേഖലയിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അവരുടെ കഴിവ് മെച്ചപ്പെടുത്തിയെടുക്കാൻ കഴിയും. ബിസിനസ് ചെയ്യുന്ന ആളുകൾക്ക് അവരുടെ സ്കില്ല് വർദ്ധിപ്പിക്കാൻ കഴിയും. അതുപോലെ ജോലി ചെയ്യുന്ന ആളുകൾക്ക് അവരുടെ മേഖലകളിൽ ഉയർച്ച ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. തുടങ്ങി എല്ലാ കാര്യങ്ങളിലും കഴിവ് കിട്ടാൻ യാ ഖാദിർ യാ മുഖത്തദിറു എന്ന ഇസ്മ പതിവാക്കാം. ഇനി ആ കൂട്ടത്തിൽ തന്നെ അൽ ഖവിയ്യു എന്ന ഇസ്മ, യാ ഖവിയ്യു എന്ന ഇസ്മ കൂടെ എന്ത് ചെയ്യുക? നിരന്തരം പതിവാക്കുക. അതും 100 തവണ രാവിലെ വൈകുന്നേരമോ പതിവായിച്ചില്ല. ഇൻഷാ അല്ലാഹ്. അള്ളാഹുവാണ് നമ്മുടെ കാര്യങ്ങൾ ഏറ്റെടുക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വലിയ ഉയർച്ച ഉണ്ടാകാൻ സഹായിക്കുന്ന 3 ഇസ്മുകളാണ്. യാ ഖാദിർ, യാ മുഖത്തദിർ, അതുപോലെ യാ ഖവിയ്യു. ഈ 3 ഇസ്മുകൾ ഇൻഷാ അല്ലാഹ് നിരന്തരം 100 തവണ വീതം ഏതെങ്കിലും ഒരു സമയത്ത്, ഇപ്പോൾ ഒരു ദിക്ർ രാവിലെയാണ് ചൊല്ലിയെങ്കിൽ മറ്റേ ദിക്ർ വൈകുന്നേരം ചൊല്ലിയാൽ മതി. പറ്റുന്നത് പോലെ ഏതെങ്കിലുമൊക്കെ നിസ്കാരത്തിന് ശേഷം ഇതൊക്കെ ചൊല്ലി തീർക്കാൻ 100 വട്ടം ചെല്ലാനൊന്നും വലിയ പാടൊന്നുമില്ല, പെട്ടെന്ന് തീരും. യാ ഖാദിറു 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 10 തവണയായി. ഇതുപോലെ ഒരു 10 തവണ ചൊല്ലിക്കഴിഞ്ഞാൽ 100 തവണ സിമ്പിളായിട്ട് ചൊല്ലി തീർക്കാൻ പറ്റും. അള്ളാഹു ഭാഗ്യം നൽകട്ടെ. ഇൻഷാ അല്ലാഹ്. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുടെയും ചെയ്തു വെക്കുക. കാരണം നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ പെട്ടെന്ന് നിങ്ങളിലേക്ക് എത്താൻ ഉപകരിക്കും. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് കമൻറ്റുകളായി രേഖപ്പെടുത്തുക. ദുആ, വസിയത്തുകൾ, അതുപോലെ തന്നെ ആമീനുകൾ തുടങ്ങി എന്തൊക്കെയാണോ നിങ്ങൾക്ക് കമൻറ്റ് രേഖപ്പെടുത്താൻ പറ്റുന്നതൊക്കെ ചെയ്യുക. ഇൻഷാ അല്ലാഹ് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. മറ്റൊരു അവസരത്തിൽ കണ്ടുമുട്ടാം. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.